ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ചക്കക്കുരു ഫ്രൈയുമായിട്ടാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് കുറച്ച് ചക്കക്കുരു ഞാൻ എടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ഒന്ന് സാമ്പിൾ വെച്ചിട്ടുണ്ട്. സെൻറ്റർ കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താൽ മതി. വാഷ് ചെയ്ത് വെച്ച ചക്കക്കുരുവാണ്. നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഹാഫ് ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാല, ശേഷം ആവശ്യത്തിന് ഉപ്പ്, സോൾട്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എങ്കിലേ എല്ലായിടത്തും ആയി കിട്ടുള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ പിന്നെ ഈ മീനൊക്കെ കിട്ടാൻ പ്രയാസമുള്ള ഒരു കാലമായി മാറിയല്ലോ. അപ്പോൾ കൊറോണ കാലം ആയത് കാരണം ഇപ്പോൾ മീനൊക്കെ വളരെയധികം വിഷമാണ് കിട്ടാൻ. കിട്ടിയാൽ തന്നെ അത് കഴിക്കാനും വിഷമാണ്. അത് കാരണം എല്ലാവർക്കും വീട്ടിൽ ചക്കക്കുരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടാക്കുമ്പോൾ നമുക്ക് മസാല തേച്ച ചക്കക്കുരു അതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വെറുതെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് കഴിഞ്ഞു പോകും. അത്രക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ. ഒരു പിടി കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരിക. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ ഫോണിൽ കിട്ടുള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ചക്കക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അത്രക്കും ടേസ്റ്റാണ്. ഒന്ന് അടച്ച് വയ്ക്കുക, സ്ലിമ്മാക്കി വയ്ക്കുക ഫ്ലെയിം. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറക്കാം. കടിച്ചു നോക്കിയാൽ റെഡി ആയോന്ന് അറിയും. നമുക്കൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റായി തോന്നും. അല്ലെങ്കിൽ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ചച്ചോയ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതാണ് അതിൻ്റെ കണക്ക്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.